അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളുടെ മലമ്പുഴ വ്ളോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാൻ നോക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് പാലക്കാട് ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാലക്കാട് കോട്ട അത് നമ്മളുടെ ടിപ്പു സുൽത്താൻ്റെ അച്ഛനായ മൈസൂർ രാജാവ് ഹൈദരലി ഉണ്ടാക്കിയ കോട്ടയാണിത്. പിന്നെ അത് ബ്രിട്ടീഷുകാർ പുനരുദ്ധീകരിച്ചു. ഇപ്പോൾ അത് പുരാവസ്തു വകുപ്പ് ഒരു പ്രവേശന ഫീസ് വെച്ചിട്ട് ആൾക്കാരെ അതിലേക്ക് കയറ്റുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ചെന്നപ്പോൾ കണ്ടത് ഒരു പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അമ്പലം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നിരവധി ആളുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ നല്ല രസമുണ്ട് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ ഭയങ്കര ബുദ്ധി ഉണ്ടായിരുന്നില്ലേ പണ്ടത്തെ ആൾക്കാർക്ക്. കാരണം ഇതിൻ്റെ ചുറ്റുഭാഗം ഒരു വെള്ളമാണ് വെച്ചിട്ടുള്ളത്. വെള്ളത്തിൻ്റെ അപ്പുറത്താണ് ഈ ഒരു കോട്ട കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് അത് ചാടി കടന്ന് വരാനായിട്ടുള്ള ഒരു വേ ഇല്ല. ഒറ്റ വഴി മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. പിന്നെ നീന്തി കുറച്ച് കഷ്ടപ്പാടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി പോകാനൊക്കെ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. നല്ല പുല്ലും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ ആയിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നിരവധി ആളുകൾ വരുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ പോസ്റ്റ് ഓഫീസ് അതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റിൽ വർക്കിംഗ് ആണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം ഉണ്ട്. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാൻ പറ്റും. ഇതൊക്കെ പണ്ടത്തെ ജയിലാണ്. അപ്പോൾ പാലക്കാടൊക്കെ വിസിറ്റ് ചെയ്താൽ കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണിത്. പിന്നെ കൂടുതൽ വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല. എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. ബൈ.